സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്ന് വിധി പറയാനിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആദ്യം ചർച്ചയാവുന്നത് ഡിസംബർ 4-ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രീ അറസ്റ്റ് ബെയിൽ തള്ളിക്കൊണ്ട് തിരുവനന്തപുരം കോടതിയുടെ വിധിയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചർച്ചയിലേക്ക് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ 3 അതിജീവിതകളുടെ പരാതിയും ഒരു അതിജീവിതയുടെ ഭർത്താവിന്റെ പരാതിയും ഉൾപ്പെടെ 4 പരാതികൾ നിലവിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ വിവാഹിതയായ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അപ്പൊ അതിനകത്ത് നമ്മുടെ കോടതിയുടെ വിധി, പ്രീ അറസ്റ്റ് ബെയിൽ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധി, ആ വിധിന്യായത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ആ വിധിന്യായത്തെ ഞാൻ നോക്കിക്കാണുന്ന പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു തമാശ ഇത് തുടങ്ങാം. നിൽക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം. ഇതിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അതിജീവിതകളുടെയും അതിജീവിതന്മാരുടെയും ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എവിടെ നിന്ന് ഇലക്ഷനിൽ ജയിക്കാൻ തോന്നുന്നു കേട്ടോ. അതിങ്ങനെ ഒരു അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ജനസംഖ്യ, ഇവരുടെ പാർട്ടിയുടെ ജനസംഖ്യ കൂടുന്നതാണോ അതോ ഈ പാർട്ടിയുടെ ജനസംഖ്യ കൂടാൻ വേണ്ടി അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം അശ്രാന്തം പരിശ്രമിക്കുന്നതാണ് ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇവർക്ക് തന്നെ ഒരു സംഘടന ഇപ്പൊ ഉണ്ടാക്കാനുള്ള, ഇപ്പൊ വിമൻസ് കളക്റ്റീവ് ഒക്കെ ഉണ്ടാക്കിയ പോലെ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടൊരു സാധനം ഇവർക്ക് ഉണ്ടാക്കാം. കേരള അതിജീവിത ഫോറം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാവുന്നതാണ് കേട്ടോ. കാരണം അതിജീവിതകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ കേസ് ഇത് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിജീവിതകൾ ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെയുള്ള സഫറിങ്സിൽ കൂടെയാണ് അവർ പോകുന്നത്. നമ്മുടെ സിനിമകളോ നോവലിസ്റ്റുകളോ ഒന്നും ചർച്ച ചെയ്യാത്ത ഒരു റിയൽ ഇഷ്യൂസിൽ കൂടെയാണ് ഇവർ പോകുന്നത്. അതോ ഇതൊക്കെ അവര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നിയമത്തെ, ഒരു ലീഗൽ പ്രോസസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. നമുക്കൊന്നും അറിയില്ല. ബട്ട് നമുക്ക് ശരിക്കും ഒരു അസംബന്ധ നാടകം കാണുന്ന എല്ലാ അതിന്റെ ഇൻഗ്രീഡിയൻസും ഈ കേസുകൾക്കുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആദ്യത്തെ അതിജീവിത ജേർണലിസ്റ്റ് ആയിരുന്നു പറഞ്ഞ അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ടുള്ള മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. അത് അവരുടെ പരാതിയല്ല നമ്മുടെ പ്രശ്നം. മജിസ്ട്രേറ്റ് ഇതിന് എന്തൊക്കെ കാണിച്ചിരിക്കുന്നുള്ളതാണ്. മജിസ്ട്രേറ്റ് കാണിച്ചും ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചൊരു പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ജീവിച്ചൊന്നും വരില്ല. പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്? ഇപ്പോൾ ഒരു PSLV ലോഞ്ച് ഫെയിലിയർ ആണെങ്കിൽ ഫെയിലിയറായി. ബട്ട് വി ആർ ഡൂയിങ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ഓഫ് ദ ഫെയിലിയർ. എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ. അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അക്കാഡമിക് ആംഗിളിൽ പുറത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇത് റിജക്ട് ചെയ്ത് നേരെ ഹൈക്കോടതി പോകുമ്പോൾ കൊടുക്കുന്നു. രണ്ടാമത്തെ കേസിന് ഒരു ജാമ്യാപേക്ഷയ്ക്ക് ഇതേ മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുന്നു, അവർ ജാമ്യം കൊടുക്കുന്നു ഒരേപോലെ. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ ഇതിന് നമുക്കൊരു പോസ്റ്റ്മോർട്ടം പോലെ തുടങ്ങാൻ. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റ് ഓർഡറിന്റെ ചില പാരഗ്രാഫ്സ്, അതിലെ ചില സ്റ്റേറ്റ്മെന്റ്സ്, ആ സ്റ്റേറ്റ്മെന്റ്സ് മറ്റ് ചില പാരഗ്രാഫിലെ ചില സ്റ്റേറ്റ്മെന്റ്സും ആയിട്ട് എങ്ങനെ കോൺട്രഡിക്ട് ചെയ്യുന്നു, ഇനി അതിനെക്കുറിച്ചുള്ള നമ്മുടെ ജേർണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള എന്റെ കമന്റ്സ്, അല്ലെങ്കിൽ ഒരു ലേമാൻ എന്നുള്ള രീതിയിലുള്ള എന്റെ കമന്റ്സ്. ഇതാണ് നമുക്ക് അതിന്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ നമ്മളത് തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ പറയുന്ന വെച്ചാൽ ഇത് ക്രൈം നമ്പർ 1750/2025 നേമം പോലീസ് സ്റ്റേഷനിലുള്ളതാണ്. അതാണ് ക്രിമിനൽ MC നമ്പർ 3585/2025. അതിന്റെ ഓർഡറാണ് ഡേറ്റഡ് 4 December 2025. അതിലാദ്യമേ പറയുന്നുണ്ട് ഇതൊരു അപേക്ഷയാണ്. എന്തിനാണ്? ഭാരതീയ നാഗരിക സുരക്ഷാ സമിതിയുടെ സെക്ഷൻ 482 അനുസരിച്ച് പ്രീ അറസ്റ്റ് ബെയിലിന് വേണ്ടിയുള്ളതാണ്. അതിന്റെ ഓർഡറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഓർഡറിലെ പാരഗ്രാഫ് 3 പ്രോസിക്യൂഷൻ പറയുന്നതാണ് പറയണത്. പ്രോസിക്യൂഷൻ പറയുന്നത് എന്താണെന്നാണ് പാരഗ്രാഫ് 3 പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, ഭർത്താവിൽ നിന്നും ഒറ്റയ്ക്ക് മാറി താമസിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം അവർക്ക് മാനസികമായ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് വളരെ അവരോടൊപ്പം കാണും എന്ന് ഉറപ്പ് കൊടുക്കുന്നു. പിന്നെ അയാൾ അവരോട് പറയുന്നു നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എല്ലാ കാലവും നിലനിൽക്കുന്നു പറയുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അവരെ ബോധ്യപ്പെടുത്തുന്നു. എന്താണ്? അവരിൽ നിന്ന് ഇയാൾക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഇയാൾ ഒരിക്കലും അവരിൽ നിന്ന് പോവില്ല. അവരിൽ നിന്ന് ഇയാൾക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ അവരെ ഉപേക്ഷിച്ച് ഇയാൾ ഒരിക്കലും പോകില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട അവരെ അങ്ങ് മൂവ് ചെയ്യുന്ന, സ്വേ ചെയ്യുന്ന ഒരു ഭാഗം.
അപ്പൊ നമ്മൾ നോക്കേണ്ട അതിന്റെ ഒരു കമന്റ് ആയിട്ട് ഞാൻ പറയണത്, വിവാഹത്തിന് മുമ്പ് ഒരു പ്രീ മാരിറ്റൽ പ്രോമിസ് ആണ്. മാരേജിന് മാത്രമല്ല, കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല എന്ന് പറയുന്നു. അത് കല്യാണത്തിന് മുമ്പ് തന്നെ കുഞ്ഞുണ്ടാകാൻ അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങുന്നു എന്നാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് വിവാഹിതരായ മനുഷ്യര്, കുട്ടികളുള്ള മനുഷ്യര് എങ്ങനെയാണ് അവർ ഡിവോഴ്സ് ആകുന്നത്? വിവാഹത്തിന് മുമ്പ് ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് നിന്നിൽ നിന്ന് കുട്ടികൾ ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് വിട്ടുപോകില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഡിവോഴ്സ് ചെയ്ത് പോകുന്നില്ലേ? അപ്പൊ ഈ മക്കളുണ്ട്, ഡിവോഴ്സ് തടയുന്ന ഒരു ഘടകമാണോ? ഒരിക്കലും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു ജേർണലിസ്റ്റായ ഈ അതിജീവിതയ്ക്ക് സെൻസിബിലിറ്റി ഇല്ലേ? സ്റ്റുപ്പിഡ് ആണോ അവരത് സ്വയം ചോദിക്കണ്ടേ? ഇതാണോ ഒരു പരസ്പര ബന്ധം നിലനിൽക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകം? കുഞ്ഞുണ്ടാകുക എന്നുള്ളതാണ്. കുഞ്ഞുണ്ടായ ഡിവോഴ്സ് ഉണ്ടാകത്തില്ല. ഈ കുഞ്ഞിന് വേണ്ടി എത്ര വഴക്കുണ്ടാകുന്നു? പകുതി സമയം കുഞ്ഞിന് അമ്മയുടെയും പകുതി സമയം, ഇത്രയൊക്കെ നമ്മൾ കാണുന്ന ലോകത്ത് ഇതൊരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലൊക്കെ ഇത്ര നെയ്വായിട്ട് ടു ദ ലെവൽ ഓഫ് സ്റ്റുപ്പിഡിറ്റി ഒരാള് വിശ്വസിക്കുകയും അത് കോടതിയുടെ മജിസ്ട്രേറ്റ് മുമ്പിൽ പോലീസിന് മുമ്പിൽ പറയുകയും ചെയ്യുന്നല്ലോ. പറയുന്നതുകൊണ്ടാണല്ലോ ഈ പ്രോസിക്യൂഷന്റെ വാദമായിട്ട് ഇത് വന്നിരിക്കുന്നത്. അതെ. അപ്പൊ അടുത്തത് പറയണത്, അതിനുശേഷം ആദ്യത്തെ, അതായത് രാഹുൽ മാങ്കൂട്ടം സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി വിത്ത് ദ വിക്ടിം ആൻഡ് ഇംപ്രഗ്നേറ്റിംഗ് ഹർ, ലൈംഗിക ബന്ധത്തിലൂടെ അവരെ ഗർഭിണിയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി 27/1/2025 തൊട്ടടുത്ത ദിവസം 28/1/2025 അവർ അപ്പാർട്ടിൽ വന്നിട്ട് ബന്ധം ഉണ്ടാക്കുന്നു. ഏത് സെക്ഷൽ റിലേഷൻ അല്ല, ഈ ഗർഭിണിയാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. അതാണ് പറയുന്നത്. അതായത് ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ ആരും ഇന്നെനിക്ക് ഞാനൊരു കൊച്ചിനെ ഉണ്ടാക്കുന്ന സെക്ഷൽ റിലേഷനിൽ പോകത്തില്ല. സെക്ഷൽ റിലേഷന്റെ വാസം നമ്മൾ നോക്കണം, അതിന്റെ ഓഫ് ഷൂട്ടാണ് ഈ പ്രഗ്നൻസി. ഓഫ് ഷൂട്ടാണ്. നമ്മൾ ചൈൽഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടക്റ്റഡ് സെക്സ് നടത്തുമ്പോൾ അവിടെ ഇല്ലല്ലോ. അപ്പൊ ചൈൽഡ് ഇസ് എൻ ഓഫ് ഷൂട്ട് ഓഫ് സെക്ഷൽ റിലേഷൻഷിപ്പ്. സെക്ഷൽ റിലേഷൻഷിപ്പിൽ നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ആലോചിക്കാതെ പ്രസന്റിൽ നിൽക്കുന്ന അതാണ് ഓർഗാസം. ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് വളർന്നു വരികയാണ്, ഇവൻ ആരൊക്കെയായി മാറും എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എറക്ടൈൽ പ്രോബ്ലം ഉണ്ടാകും പുരുഷന്. അതുകൊണ്ട് അനാട്ടമിക്കലി സെക്ഷുവാലിറ്റി പരമായിട്ട് കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി ആരും സെക്സ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ. പക്ഷെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള എവിടെയാണ്? ഈ പുരാണങ്ങളിലും ഒക്കെ കാണും, അവർക്ക് ദേവൻ വരുന്നു, കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾ പോകുന്നു. അവർ മാത്രമേ കണ്ടിട്ടുള്ളൂ എപ്പിക്സിലും പുരാണത്തിലും. മനുഷ്യ ജീവിതത്തിൽ ഇല്ല കേട്ടോ. അത് ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ. അത് ആരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നു പറഞ്ഞ് സെക്സ് ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? അത് വളരെ തമാശയാണ്. ഇപ്പൊ അവർ പറയുന്നത് തമാശയാണ്, പ്രോസിക്യൂഷൻ ഇത് കേട്ട് എഴുതുന്നതും തമാശയാണ്. ഒരു കേസ് വരുമ്പോഴത്തേക്കും ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഏത് ലോകത്താണ്? അയാൾ വരുമ്പോഴത്തേക്കും എനിക്കിന്നൊരു കുഞ്ഞിനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. വാട്ട് സ്റ്റുപ്പിഡിറ്റി. ഏതായാലും അത് നമ്മുടെ ജഡ്ജ്മെന്റിന്റെ ഓർഡറിന്റെ ഭാഗമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 4/3/2000 ഇത് ഒന്നാം മാസത്തിലാണല്ലേ. അത് കഴിഞ്ഞ് 4/3/2025 അവരുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട്, ഈ സ്ത്രീയുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് അപ്പൊ അവരെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നു ആൻഡ് കമ്മിറ്റഡ് റേപ്പ് ഓൺ ഹർ എന്ന് പറയുന്നത് ഈ ഓർഡറിന്റെ പാരഗ്രാഫ് 3-ാമത്തേലാണ്. അത് മജിസ്ട്രേറ്റിന്റെ ഓർഡറിന്റെ പാരഗ്രാഫ് 3 പറയുന്നതാണ്. അല്ലാതെ ഇവരുടെ ആരോപണമോ പ്രോസിക്യൂഷൻ അല്ല. അതാണ് പറഞ്ഞത്. വന്നിട്ട് ഫിസിക്കലി അസോൾട്ടഡ് വിക്ടിം ആൻഡ് കമ്മിറ്റഡ് റേപ്പ് ഓൺ ഹർ. അതായത് 3-ാമത്തെ പ്രാവശ്യം അവർ റേപ്പ് ചെയ്തു എന്നാണ് ഈ ഓർഡറിൽ പറയണത്, അല്ലേ? അതെ അതെ. 3-ാമത്തെ പ്രാവശ്യം, 2-ാമത്തെ പ്രാവശ്യം വേറെ. അതിനുശേഷം 17/3/25 വന്നിട്ട് അവരുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കുന്നു ബൈ ത്രട്ടനിങ് ഹർ. ഇവരിൽ നിന്നിലൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുന്നില്ല എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് അവരെ റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവർ നഗ്ന ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പ്രഗ്നന്റ് എന്ന് അറിയുമ്പോഴത്തേക്കും 22/4 വീണ്ടും വന്ന് റേപ്പ് ചെയ്യുന്നു. എന്തിനാണ്? അവരെ കമ്പൽഡ് ഹർ ഫോർ മിസ്കാരേജ്, അത് അബോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. പിന്നെ കമ്മിറ്റഡ് റേപ്പ് ഓൺ ഹർ അറ്റ് ഹർ അപ്പാർട്ട്മെന്റ് വീണ്ടും വന്നിട്ട്. അതിനുശേഷം സബ്സിക്വന്റ്ലി 30/5/2025
ഈ രാഹുൽ മങ്കുട്ടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നിട്ട് രണ്ടാമത്തെ അക്യൂസാണ് ഫെനി എന്ന് പറഞ്ഞ പുള്ളിയുടെ സുഹൃത്ത് അബോർഷനുള്ള പിൽസ് കൊടുക്കുന്നു. അവർ പിൽസ് കഴിക്കുന്നു, എന്നിട്ട് ഇത് അബോർട്ട് ചെയ്ത് പോകുന്നു. ഇതാണല്ലോ സംഭവം, കേസ്. അതെ. അപ്പൊ അതിന് പാരഗ്രാഫ് 6 ഓർഡറിൽ പറയുന്നത് എന്താണ്? ഓൺലി പോയിന്റ് ടു ബി കൺസിഡർഡ് ഈസ് വെദർ ആൻഡ് ഓർഡർ ഓഫ് പ്രീ അറസ്റ്റ് ബെയിൽ ക്യാൻ ബി ഗ്രാന്റഡ് ടു ദ പെറ്റീഷൻ. അതാണ് ഇവിടുത്തെ നമ്മുടെ മജിസ്ട്രേറ്റ് നോക്കുന്ന ഇഷ്യൂ. ഇതൊക്കെ രണ്ടുപേരും പറയുന്നതൊക്കെയാണ്. അപ്പൊ പോയിന്റ് ഡിസ്കസ് ചെയ്ത് അവര് കൺസിഡർ ചെയ്ത പോയിന്റ് ആണ് പാരഗ്രാഫ് 7 തൊട്ട് പറയണത്. അതിലിത് പറയണം, അല്ലെങ്കിൽ ദ പെറ്റീഷണർ അവരുമായിട്ട് പരിചയപ്പെടുന്നു ആൻഡ് ദെയർ ആഫ്റ്റർ എന്നിട്ട് അഷുറൻസ് കൊടുക്കുന്നു, ഐ വിൽ ബി വിത്ത് യു ഫോർ ലൈഫ് ലോങ്. അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദെയർ ആഫ്റ്റർ committed rape upon the victim on so many occasions, impregnated her, took her nude video, and also insisted her to terminate the pregnancy. You see, and thereafter committed rape upon the victim on so many occasions. അവര് തന്നെ പറയുന്ന അനുസരിച്ച് അവര് മൂന്നാമത്തെ പ്രാവശ്യം റേപ്പ് ചെയ്തിട്ടാണ് അവർക്ക് തോന്നണല്ലേ? അതെ. മൂന്നാമത്തെ പ്രാവശ്യം അവരുടെ അപ്പാർട്ട്മെന്റിൽ വന്ന സമയത്താണ് ഇയാൾ റേപ്പ് ചെയ്യുന്ന അവരുടെ സ്റ്റേറ്റ്മെന്റ്, പ്രോസിക്യൂഷന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയണത്. ഇത് ജഡ്ജ് മജിസ്ട്രേറ്റ് എടുത്ത് എഴുതുമ്പോൾ കമ്മിറ്റഡ് റേപ്പ് ഓൺ ദ വിക്ടിം ഓൺ സോ മെനി ഒക്കേഷൻസ്. ഈ മജിസ്ട്രേറ്റിന് എവിടുന്ന ഈ വിവരം കിട്ടിയത്? ഈ നമ്മളവർ പറഞ്ഞേക്ക് ഇതിനകത്ത് ഒന്നും പറയും. നാലാമത്തെ പ്രാവശ്യം ഒരു ന്യൂ ഫോട്ടോ വീണ്ടും അവർ ചെയ്യുന്നു. പക്ഷെ ആദ്യം 2 പ്രാവശ്യം അവരെ ബന്ധപ്പെട്ടത് റേപ്പാണെന്ന് പറയുന്നില്ല. അപ്പം പരിചയപ്പെട്ടിട്ട് നിരന്തരം ഇവരെ റേപ്പ് ചെയ്തെന്ന് മജിസ്ട്രേറ്റ് പറയുന്നത് എന്തിനാണ്? എവിടുന്നാണ് മജിസ്ട്രേറ്റിന് ഇൻഫർമേഷൻ കിട്ടിയത്? ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നതനുസരിച്ച് ഒരിക്കലേ ഉള്ളൂ. ഇനി ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസിക് കേസ് ഓഫ് ഫാക്ട്സിനെ കോൺടോർട്ട് ചെയ്യാൻ. കോൺടോർട്ടിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആർട്ടാണ്. ഒരു കോൺടോർട്ടിംഗ് ഈസ് എ ഫിസിക്കൽ ആർട്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ ചില സർക്കസിലെ കാണിക്കുമ്പോൾ ആളുകളുടെ സ്വന്തം ശരീരം ഇങ്ങനെ കാലെടുത്ത് തലയുടെ മുകളിൽ വീഴുന്ന കൈ ഇങ്ങനെ എടുത്ത് വളച്ച് അങ്ങനെയൊക്കെ വെക്കുന്ന കാണിക്കുന്നില്ലേ ചില, അങ്ങനെ ദാറ്റ്സ് കോൾഡ് കോൺടോർഷൻ. അപ്പൊ കോൺടോർട്ടിംഗ് ആർട്ട് കാണിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ നിൽക്കുന്ന ആൾ ആ മനുഷ്യനാണെന്ന് നമുക്ക് തോന്നില്ല. മനുഷ്യന്റെ തലയും കൈയും കാലും എല്ലാം അവിടെ ഉണ്ട്, പക്ഷെ അത് മനുഷ്യനല്ല. ഇറ്റ്സ് എ ടോട്ടലി ന്യൂ ഇമേജ് അല്ലേ? അതുപോലെ ഈ ഫാക്ടിനെ കോൺടോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ മജിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതോ സാധാരണ ആളുകളല്ല, ലീഗലി ട്രെയിൻഡ് പേഴ്സൺ ഓർ സപ്പോസ് ടു ബി ലീഗലി ട്രെയിൻഡ് പേഴ്സൺ, അവരാണല്ലോ മജിസ്ട്രേറ്റ് ഒക്കെ ആകുന്നത്. അപ്പൊ അവരാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന് ആരുത്തരം പറയണം? ഈ മജിസ്ട്രേറ്റ് ഇങ്ങനെ എഴുതിയതിന് മജിസ്ട്രേറ്റിന് അങ്ങനെ റൈറ്റ് ഉണ്ടോ അങ്ങനെ എഴുതാൻ? പ്രോസിക്യൂഷൻ പറയാത്ത കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് വിധിന്യായത്തിൽ എഴുതാൻ മജിസ്ട്രേറ്റിന് ആരവകാശം കൊടുത്തിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങൾ മജിസ്ട്രേറ്റ് ചെയ്യുമ്പം ആ മജിസ്ട്രേറ്റിന്റെ ജഡ്ജ്മെന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ടോ? അത് ഇവരൊക്കെ എന്താണ് ദൈവം പറയുന്നത്, ഇവരൊക്കെ വാക്കിന് അപ്പീലിനപ്പുറം ഒന്നും പോകാനൊക്കില്ല. ഇവർ ഇത്തരം കാര്യങ്ങൾ എഴുതുകയാണെങ്കിലും നമ്മുടെ സാധാരണ ജനങ്ങൾ എന്താണ് ഈ മജിസ്ട്രേറ്റ് പറയണ നിയമപരമായ പരമവാക്യം കേട്ടുകൊണ്ട് വരികയാണ്. അതാണ് ഞാൻ പോസ്റ്റ്മോർട്ടം വേണം എന്ന് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം വേണം. അടുത്ത പാര 8 വരുന്നു. ഓർഡർ ഉണ്ട് കേട്ടോ. The case against a petitioner is registered on the basis of the statement given by the victim. അവർ ഒരു വിമൻസ് പോലീസ് സെല്ലിൽ തിരുവനന്തപുരം റൂറൽ വിമൻസ് സെല്ലിൽ കൊടുത്തായിരുന്നു. അതനുസരിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മെയിൻലി ഇൻവോൾവ്സ് റേപ്പ്. റേപ്പാണ് പ്രധാനം, മനസ്സിലായോ? മെയിൻലി ഇൻവോൾവ്സ് റേപ്പ് കോസിംഗ് മിസ്കാരേജ്. അതായത് റേപ്പിൽ കൂടെ മിസ്കാരേജ് ഉണ്ടായെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? The allegation against the petitioner mainly involves rape, causing miscarriage, and taking nude photos. അപ്പൊ റേപ്പിൽ കൂടെ ഇവർക്ക് മിസ്കാരേജ് ഉണ്ടായി എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഞാൻ എന്റെ ഇംഗ്ലീഷ് മനസ്സിലായിട്ട് ഞാൻ അങ്ങനെയാണ്. മെയിൻലി ഇൻവോൾവ്സ് റേപ്പ് കോസിംഗ് മിസ്കാരേജ്. അപ്പൊ ഏത് റേപ്പിലാണ് ഈ ഗർഭിണിയായത് എന്നതൊക്കെ എവിടെയാണ് ഈ മജിസ്ട്രേറ്റിന് ബോധ്യമാകുന്നത്? എവിടെയാണ് ബോധ്യം? പിൽസ് കൊടുത്ത് മിസ്കാരേജ് ചെയ്തു എന്നല്ലേ പറയുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു വാക്ക് അല്ല, പെറ്റീഷൻ മെയിൻലി ഇൻവോൾവ്സ് റേപ്പ്. അതായത് മെയിൻലി ഇൻവോൾവ്സ് റേപ്പ്. റേപ്പ് ആണ് പ്രധാനം. മെയിൻലി ഇൻവോൾവ്സ് റേപ്പ് കോസിംഗ് മിസ്കാരേജ്. അപ്പൊ അതിന് ആ റേപ്പിൽ കൂടെയാണ് ഗർഭം ഉണ്ടാകണേന്ന് അല്ലേ അതിന്റെ അർത്ഥം? അതല്ലേ പിന്നീട് അബോർട്ട് ചെയ്യുന്നത്? റേപ്പ് നടന്ന സമയത്താണ് ഗർഭം ഉണ്ടായെന്ന് ഈ മജിസ്ട്രേറ്റിനോട് ആരാ പറഞ്ഞു കൊടുത്തത്? How could the magistrate know? That's my point. Mainly involves rape, then causing miscarriage. അതായത് പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നു. പ്രഗ്നൻസി റേപ്പിൽ കൂടെയാണ് ഉണ്ടായെന്നല്ലേ ഇത് വായിച്ചാൽ മനസ്സിലാകുന്നത്. The petitioner had many sexual relations with this woman. In the process she got pregnant and that was forcefully
ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് കറക്റ്റാണ്. ഇത് അലിഗേഷൻ അഗേൻസ്റ്റ് പെറ്റീഷണർ മെയിൻലി ഇൻവോൾവ്സ് റേപ്പ് കോസിംഗ് മിസ്കാരേജ്. അപ്പം മെയിൻലി ഇൻവോൾവ്സ് റേപ്പ് എന്ന് പറയുകയാണെങ്കിൽ റേപ്പിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ റേപ്പിൽ കൂടെയാണ് ഇവർ പ്രഗ്നന്റ് ആയി എന്നൊരു ഇംപ്ലൈഡ് മീനിങ് കൂടെ അതിനകത്തില്ലേ. പിന്നീടാണ് പറയുന്നത് കോസിംഗ് മിസ്കാരേജ്. അനദർ തിങ്, അനദർ കമ്പോണന്റ്. പക്ഷെ ഇതെങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുന്നത്? ഇനി മെനി റേപ്സ് എന്ന് പറയുന്നത് അപ്പം അല്ലാതുള്ള റിലേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഇവർ മിണ്ടുന്നില്ലേ? അതിനെ അവർ സപ്രസ് ചെയ്യുന്നത്. വൈ ഷുഡ് എ മജിസ്ട്രേറ്റ് സപ്രസ് ക്രൂഷ്യൽ ഫാക്ട്സ്? അവർ സ്നേഹബന്ധത്തിൽ കൂടെ തുടങ്ങിയിട്ടല്ലേ റേപ്പിലേക്ക് വരുന്നത് അല്ലേ? അത് നമ്മുടെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാരിറ്റൽ റേപ്പും ഇത് ഒന്ന് തന്നെയല്ലേ? ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ദർ വാസ് നോ മാരേജ്. മാരേജ് വേണമെന്ന് ഇന്ത്യൻ നിയമത്തിൽ ഒരിടത്തും പറയും. ലിവിങ് ടുഗദർ നിയമപരമായി അനുവദിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് എന്ത് മാരേജ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്? ലിവിങ് ടുഗദറിന് റൈറ്റ്സ് ഉണ്ട്. സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്കുള്ള എല്ലാ റൈറ്റ്സും പുരുഷനിലും ഉണ്ട് എന്ന് കോടതി വിധികൾ വന്ന കോണ്ടെക്സ്റ്റിൽ മജിസ്ട്രേറ്റ് ഇതെന്തിനാണ് പറയണത്? അല്ലാതെ എന്തുകൊണ്ട് അവർ ഇഷ്ടത്തോടുകൂടി അവർ സെക്ഷൽ റിലേഷൻ എത്തിയുന്ന കാര്യം എന്തിനാണ് മജിസ്ട്രേറ്റ് മറച്ചു വെക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഡിസ്റ്റോർഷൻ ഉണ്ട്. ചില സാധനങ്ങളെ അവര് മറച്ചു ഹൈഡ് ചെയ്യുന്നു. അത് ബോധപൂർവമല്ലാതെ എങ്ങനെയാ വരുന്നത്? നമ്മളൊരു ക്രോണോളജി പറയുമ്പോൾ ഒരു സീക്വൻസ്, ഒരാൾ ഇഷ്ടപ്പെട്ടു, ഇഷ്ടത്തിനൊരു ബന്ധം ഉണ്ടാകുന്നു, പിന്നീട് അവർ തമ്മിൽ ഒരു വയലന്റ് ഇതുണ്ടാകുന്നു. ദാറ്റ്സ് ദ ക്രോണോളജി. അപ്പൊ ഇഷ്ടത്തോടുകൂടിയുള്ള ബന്ധങ്ങൾ മുഴുവനും ഈ ജഡ്ജ്മെന്റിന്റെ ഭാഗത്ത് ഇല്ലാതായി വരുന്നത് ഇന്നോക്ഷ്യസ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നോക്ഷ്യസ് ആണെങ്കിൽ അവരവർ ജഡ്ജ്മെന്റ് എഴുതിയിട്ട് നമ്മൾ വായിക്കുന്ന പോലെ അവർ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ വായിക്കണം. ടൈപ്പ് ചെയ്ത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പോയാൽ പോരാ. അല്ല, മെനി റേപ്സ് എന്ന് പറയുമ്പോ ഈ മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് സാർ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ആദ്യത്തെ മെനി ഇൻവോൾവ്സ് മെനി അല്ല, പെറ്റീഷണർ മെയിൻലി ഇൻവോൾവ്സ് റേപ്പ്. മെയിൻലി പ്രധാനമായിട്ട് റേപ്പാണ്. പിന്നെ കോസിംഗ് മിസ്കാരേജ് ആണ്, ടെർമിനേഷൻ ആണ്. പിന്നെ മൂന്നാമത്തെ ന്യൂ ഫോട്ടോസ് എടുക്കുന്നു. അപ്പോ മെയിൻലി ഇൻവോൾവ്സ് റേപ്പ് എന്ന് പറയുമ്പോൾ അത് ആ റേപ്പ് ഇവർക്കൊരു ഗർഭിണി ആകുന്നല്ലോ. ആ ഗർഭിണി എങ്ങനെയായെന്നുള്ളത് ഇവിടെ പറയുന്നില്ലല്ലോ. റേപ്പിൽ കൂടെയാണോ? അതിനു മുമ്പ് അവർ തമ്മിൽ ഇഷ്ടം എന്നതായിട്ട് പറഞ്ഞു. അതായത് ഒരു പ്രേമബന്ധത്തിന്റെ കണ്ടിന്യൂവേഷനിൽ അവർ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻ എത്തും. ദാറ്റ് ഈസ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്, കൺസെൻഷ്വൽ സെക്സ്. അതിനുശേഷം അവർ തമ്മിൽ അയാൾ റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് റേപ്പ് പോലെ ഫീൽ ചെയ്യുന്നു. പിന്നീട് ഇവർക്ക് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ അത് അബോർട്ട് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അവരുടെ നഗ്ന ഫോട്ടോ എടുക്കുന്നു. ഇതല്ലേ ആ പ്രോസസ്സ്. ഇതിലെ ചില ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്? ഒരു കഥയുടെ തുടക്കം എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഒരു സീക്വൻസിന്റെ തുടക്കം വേണ്ടേ? അവർ തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടായിരുന്നു എന്നല്ലേ അത് ഈ പരാതി പറയുന്ന കുട്ടി തന്നെ പറയുന്നത്. അതെന്തിനാ ഈ മജിസ്ട്രേറ്റ് ഇങ്ങനെ മറച്ചു വെക്കുന്നത്? പിന്നെ ഇവര് പ്രഗ്നന്റ് ആകാൻ ഇവർക്ക് അയാൾ നിർബന്ധിച്ച് ആ ദിവസം ബന്ധപ്പെട്ടു. അന്നായിരിക്കും പ്രഗ്നന്റ് എന്ന് ഇവർ പറയണതൊക്കെയാണെങ്കിൽ അത് അന്നായിരിക്കും പ്രഗ്നന്റ്. കാരണം ഇതിനു മുമ്പ് ആദ്യത്തെ റിലേഷൻ ഉണ്ടാകുന്ന ജനുവരി മാസത്തിലാണ്, പിന്നീട് ഉണ്ടാകുന്ന 3-ാം മാസത്തിലാണ്, മാർച്ചിലാണ്. അപ്പൊ അവർ പ്രഗ്നന്റ് ആയോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് 1 മാസം 2 മാസം കഴിയുമ്പോൾ അറിയാനൊക്കെ പ്രഗ്നന്റ്. അപ്പൊ ജനുവരി മാസത്തിൽ നടന്ന ഒരു റിലേഷനിൽ കൂടെയാണ് അവർ പ്രഗ്നന്റ് ആണെങ്കിൽ അവർക്ക് ഫെബ്രുവരി മാസത്തിലെ മാർച്ചിലൊക്കെ അവർക്ക് അറിയാനൊക്കും. അതായത് ഇയാള് ബലാത്സംഗം ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അറിയാനൊക്കും ഇല്ലേ? അപ്പോ അയാളുടെ ഒരു കുഞ്ഞിനെ സപ്പോൾ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവര് ആ ബന്ധം കഴിഞ്ഞതിന് ശേഷം അവര് ഒരു പിൽസ് കഴിച്ചാൽ മതി. പിൽസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. എമർജൻസി നമ്മളിപ്പോൾ അതിനൊക്കെ പറയണത് ഇതായിട്ട് പറയുന്നത് മോർണിംഗ് ഡേ പില്ല് എന്തൊക്കെയാണ് പറയണത്. അതായത് നമ്മളിപ്പോ പിൽസ് കഴിക്കാൻ മറന്നുപോയി, നമുക്കിപ്പോ ഗർഭം വേണ്ട, പക്ഷെ റിലേഷനിലായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഒരു 5 ദിവസത്തിനിടയ്ക്ക് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് ഈ പിൽസ് കഴിക്കുകയാണെങ്കിൽ ഈ എമർജൻസി കോൺട്രസെപ്റ്റീവ് പിൽസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ അപ് ടു 120 hours, ദാറ്റ് 5 days ആഫ്റ്റർ ഹാവിംഗ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. അത് വളരെ അതായത് ഒരു 98% അത് വിജയമാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഓൺലി 1 or 2% ആണ് ഇതാകാത്തത്. അപ്പൊ ഇവർക്ക് താല്പര്യമില്ലായിരുന്നു, ഗർഭിണിയാകാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അവർ അടുത്ത ദിവസം പോയി ഇതെടുത്ത് കഴിച്ചാൽ പോരെ. അതായത് ഞാൻ പറയുന്ന സീക്വൻസിൽ ആദ്യത്തെ 1-ാമത്തേനകത്ത് ഒരു ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് 3-ാം മാസം ഇത് അറിയുമായിരുന്നു ഗർഭിണിയാണെന്നുള്ളത്. ആ വിവരം ഇയാളെ പറയുമായിരുന്നു.
അപ്പൊ പറയാത്ത സ്ഥിതിക്ക് ഇയാൾ മൂന്നാമത്തെ പ്രാവശ്യം ഇയാൾ പോസ്റ്റ് സെക്സ് ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ നിർബന്ധപൂർവ്വം ഇവരെ ഇംപ്രഗ്നേറ്റ് ചെയ്താണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാണ്ട് ഇവരുടെ സ്വന്തം കയ്യിൽ ഇവർ ഗുളിക മേടിച്ച് കഴിച്ചാൽ അതൊരു നഴ്സിന്റെ, ഡോക്ടറെ വേണ്ട, ഒരു നഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അത്രയാണ്. അതായത് എല്ലാ എന്ന് പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ കുറെ ഉണ്ട്. അതിൽ ഈ എല്ലാ എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ഹെൽപ്പിൽ ഒരു നഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. ഇത് മേടിച്ച് കഴിച്ചാൽ പോരായിരുന്നു, നിർബന്ധിച്ച് അവരെ ഇംപ്രഗ്നേറ്റ് ചെയ്ത പ്രോസസ് ഇവർ ചെയ്താൽ പോരായിരുന്നു. ഇനി സൈഡ് എഫക്ട്സ്, ഇവർ പറയുന്നത് എന്തൊക്കെയോ സൈഡ് എഫക്ട്സ് വലുതായിട്ടില്ല. വരുന്നത് മനംപുരട്ടിൽ വരാം, വോമിറ്റിംഗ് വരാം, ബ്രസ്റ്റിന് ഒരു ടെൻഡർനെസ് ഫീൽ ചെയ്യാം, തലവേദന ഉണ്ടാകാം. ഇത് ലോങ് സ്റ്റാൻഡിങ് അല്ല, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ഇവരെ അവതരിപ്പിക്കുന്ന കേടുകയാണെങ്കിൽ എന്തോ കൊലപാതകം പോലെയാണ് അവതരിപ്പിക്കുന്നത്. അത് ഈ അവതരിപ്പിക്കുന്നു, അത് മജിസ്ട്രേറ്റ് അതൊക്കെ എടുത്ത് ഇട്ടിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് പാരഗ്രാഫ് 12 ഞാൻ വരും. And the main allegation against the petitioner is not that the petitioner had entered into a sexual relationship with the victim by giving false promise of marriage, as under section 69 of ഭാരതീയ ന്യായ സംഹിത. ഫാൾസ് പ്രോമിസ് കൊടുത്തു ബന്ധപ്പെട്ടു എന്നുള്ളതല്ല പ്രധാന കാര്യം. But it is one under section 64 of ഭാരതീയ ന്യായ സംഹിത alleging rape. Okay. കണ്ടോ? അതെ അതെ. റേപ്പ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഏത് 2 പ്രാവശ്യം ഇഷ്ടനിമിത്ത ബന്ധത്തിന് ശേഷം 3ാമത്തെ പ്രാവശ്യം നടന്ന റേപ്പ് എന്നായി പറയണേ. ഇത് വിവാഹം കഴിക്കാത്ത മാരിറ്റൽ റേപ്പും ആകാം അല്ലേ? റേപ്പ് ആണെന്ന് ഏതായാലും ഇതിനകത്ത് അത് റേപ്പാണ് പ്രധാനം. പിന്നെ there is allegation that a petitioner had committed rape against her will and without her consent, and that too repeatedly, including rape on her knowing that the victim is pregnant. Very important. The allegation is that petitioner committed rape against her will and without her consent, and that too repeatedly. എപ്പം ആദ്യത്തെ 2 റേപ്പ് അല്ല. അപ്പൊ ഈ റിപ്പീറ്റഡ്ലി റേപ്പ് ആണെന്ന് ഈ മജിസ്ട്രേറ്റിനോട് ആര് പറഞ്ഞു? മജിസ്ട്രേറ്റ് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നത്? ഇനി ഏറ്റവും തമാശ, കമ്മിറ്റഡ് റേപ്പ് എഗെയിൻസ്റ്റ് ഹെർ വിൽ. അപ്പൊ സമ്മതത്തോടു കൂടിയുള്ള റേപ്പ് ഉണ്ടോ? ഹി കമ്മിറ്റഡ് റേപ്പ് എഗെയിൻസ്റ്റ് ഹെർ വിൽ ആൻഡ് വിത്തൗട്ട് ഹെർ കൺസെന്റ് എന്ന് വെച്ചാൽ അവരുടെ സമ്മതം ഇല്ലാതെ നടത്തുന്ന റേപ്പ് ഉണ്ടോ? അതിനെയാണ് ഞാൻ പറഞ്ഞ ഇഷ്ടബലാത്സംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതോ അങ്ങനെ ഒരു സാധനം വേണമെന്ന് മജിസ്ട്രേറ്റ് ഈ ജഡ്ജ്മെന്റിൽ കൂടെ പറയുകയാണോ എനിക്കറിയില്ല. അത് റേപ്പ് വിത്തൗട്ട് ദ കൺസെന്റ് ആൻഡ് എഗെയിൻസ്റ്റ് ഹെർ വിൽ എന്ന് എന്തിനാ അവർ എഴുതുന്നത്? റേപ്പ് എന്ന് പറയും. റേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ് ഡൂയിങ് ഇറ്റ്സ് എ ഫോഴ്സ്ഫുൾ ഇന്ററാക്ഷൻ, സെക്ഷൽ റിലേഷൻ വിത്ത് എ വുമൺ വിത്തൗട്ട് ഹെർ കൺസെന്റ് എഗെയിൻസ്റ്റ് ഹെർ ഒബ്ജെക്ഷൻസ് അല്ലേ? അപ്പൊ ഈ മജിസ്ട്രേറ്റ് കമ്മിറ്റഡ് റേപ്പ് എഗെയിൻസ്റ്റ് ഹെർ വിൽ ആൻഡ് വിത്തൗട്ട് ഹെർ കൺസെന്റ്, ദാറ്റ് ടു റിപ്പീറ്റഡ്ലി. എവിടെ നിന്ന് റിപ്പീറ്റഡ്ലി കിട്ടി? അതായത് ആദ്യത്തെ ബന്ധം തൊട്ട്, ജനുവരിയിൽ തുടങ്ങുന്ന ആദ്യത്തെ ബന്ധം തൊട്ട് അവരുടെ അനുവാദമില്ലാതെ അവരെ നിരന്തരം റേപ്പ് ചെയ്യുന്നല്ലേ എഴുതി വെച്ചിരിക്കേണ്ട അർത്ഥം. ആൻഡ് ഹൂ ഹാസ് ഗിവൺ ദ റൈറ്റ്, ലീഗൽ റൈറ്റ് ടു ദ മജിസ്ട്രേറ്റ് ടു ഡു all these nonsenses? ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ്, അക്കോർഡിംഗ് ടു ദ വിക്ടിം is the petitioner who insisted for conceiving a child in their relationship and later turned against the victim and insisted for, അതായത് കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടതും രാഹുൽ, അബോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും രാഹുൽ. ഇവരുടെ അല്ല, ഇവരുടെ ഇഷ്ടമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇതൊരു വലിയ പ്രശ്നം? ഇഷ്ടപ്പെടാതെ ഒരു കുഞ്ഞുണ്ടാക്കി അതിന് ഇവരെ അനുവദിച്ചു കൊടുത്തു, അയാൾ ടെർമിനേറ്റ് ചെയ്യണം, അത് ഇവരെ അനുവദിച്ചു കൊടുത്തു. ഇവരെയാണ് യഥാർത്ഥത്തിൽ ആർഷഭാരതം പറയുന്ന കുടുംബിനി, ആർഷഭാരത സംസ്കാരം ഉൾക്കൊണ്ടുള്ള കുടുംബിനി. ഭർത്താവ് എന്ത് പറയുന്നു അതൊക്കെ ചെയ്തു കൊടുക്കുന്ന കുലസ്ത്രീയോ. ഈ ശ്രീരാമന്റെ കാല് തടവിക്കൊണ്ടിരിക്കുന്ന സീത നമ്മുടെ മനസ്സിൽ ഇമേജ് ഉണ്ട്. ഇതുപോലെ ഒരു സ്ത്രീയോട് അട്രോസിറ്റി കാണിച്ചൊരു പുരുഷനെ നിങ്ങൾക്ക് കാണാൻ ഒക്കും? ഒരു സ്ത്രീയോട് ഇതിൽക്കുള്ള അട്രോസിറ്റി കാണിക്കുക, അവരുടെ മോഡസ്റ്റി അയാൾ എത്ര മോശമായി അപഹസിക്കുന്നു. എന്നിട്ട് അയാളുടെ കാല് തടവിക്കൊണ്ടിരിക്കുന്ന സീതയുടെ പടം നമ്മുടെ ഇന്ന്, ആ സീത ആണോ ഇവര്? അവര് ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യുമ്പോൾ അതിനനുഭവിക്കുക, ഗർഭിണിയാവും. പിന്നെ അബോർട്ട് ചെയ്യാൻ പറയും, അബോർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരാതി ഇല്ലല്ലോ. എന്തിനാ പരാതി? രണ്ടും അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ ശരീരത്തിൽ ചെയ്യാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെന്തിനാ ഈ ശരീരം കൊണ്ട് നടക്കുന്നത്? എനിക്ക് എന്റെ ബോഡി, ഇറ്റ് ഈസ് മൈ ബോഡി, എന്റെ ശരീരത്തിൽ തൊടാനായിട്ട് എന്റെ അവകാശം ഇല്ലാതെ എന്റെ ലോകത്ത് ഒരുത്തിനും അവകാശം ഇല്ല എന്ന് പറയുന്ന സ്ത്രീകൾ പറയുന്ന ലോകത്ത് നിന്നുകൊണ്ടാണ് ഒരു സ്ത്രീ, ദാറ്റ് ടു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, ദാറ്റ് ടു എ പ്രൊഫഷണലി ട്രെയിൻഡ് പേഴ്സൺ, ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ അസംബന്ധ നാടകം.
അസംബന്ധ നാടകം നമ്മൾ കാണുകയാണ്, നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. ഇനി അടുത്തത്, there is allegation that against the resistance on fear of getting some harm to the child in the womb, the petitioner forcefully entered into sexual relationship with the victim. അവരുടെ എതിർപ്പോടുകൂടി ഈ കുഞ്ഞിന് എന്തെങ്കിലും അപകടം വരുമോ എന്ന് പോലും അതിനെക്കുറിച്ച് ഇവർ ഭയക്കുകയാണ്. ഓൺ ഫിയർ ഓഫ് ഗെറ്റിംഗ് സം ഹാം ടു ദ ചൈൽഡ് ഇൻ ദ വോം, ദ പെറ്റീഷൻ. ഇവിടെയൊക്കെയാണ് നമ്മുടെ ഇഗ്നറൻസ്, സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തതിന്റെ, സെക്ഷുവാലിറ്റി എന്താണെന്നറിയാത്ത ഇഗ്നറൻസ് ഇങ്ങനെ വിളമ്പാമോ? ഈ നിങ്ങൾ 8 മാസം വരെ 9 മാസം വരെ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാം. ഇത് മെഡിക്കലി പ്രൂവ്ഡ് സാധനമാണ്, ബേസിക് അനോട്ടമിയാണ്. ഇതൊരു ഗൈനക്കോളജിസ്റ്റ് ചോദിച്ചാൽ അറിയാമല്ലോ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആരോടെങ്കിലും ചോദിച്ചാൽ അവരൊക്കെ പറഞ്ഞു തരുമല്ലോ ഇതെല്ലാം. കാരണം മെഡിക്കൽ ടേംസ് പറയുകയാണെങ്കിൽ എ പ്രഗ്നന്റ് വുമൻ ക്യാൻ ടിപ്പിക്കലി എൻഗേജ് ഇൻ സെക്ഷൽ റിലേഷൻഷിപ്പ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഇഫ് ഇറ്റ്സ് എ ഹെൽത്തി ലോ റിസ്ക് പ്രഗ്നൻസി as the baby is well protected by the amniotic sac and uterine muscles. അപ്പൊ ഇവര് പറയുന്ന അനുസരിച്ച് തന്നെ ഗർഭമാണ്ട് 1 മാസം 1.5 മാസത്തിലേക്ക് ആവുള്ളൂ. അപ്പൊ മജിസ്ട്രേറ്റ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആദ്യത്തെ ഏതായാലും പോട്ടെ 2. ആ സമയത്ത് സെക്ഷൽ റിലേഷൻ ആകില്ല എന്നാണ് ഇവർ ഏതെങ്കിലും വിവാഹിതരായ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ആകാന്ന് പറഞ്ഞു കൊടുക്കില്ലേ. ഇതൊക്കെ എഴുതി വെക്കാമോ? ഒരാൾ തന്റെ അത് മജിസ്ട്രേറ്റ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാമോ? Equally, there is allegation against her resistance on fear of getting some. അതാണ് അവരുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കണം. ആദ്യം അവർ പറയണത് the relationship was a rape against her will. ഇവിടെ വരുമ്പോൾ there is allegation that against her resistance on fearing getting some harm to the child, the petitioner forcefully raped her. അപ്പൊ ആദ്യം അവർക്ക് റേപ്പിനെ കുറിച്ചുള്ള എതിർപ്പാണ്. രണ്ടാമത് പിന്നീട് പറയുമ്പോൾ എന്താണ്, വയറ് കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തോ ഒരു മാതൃത്വമാണ്, എന്തൊരു അപമാനകരമായ മാതൃത്വമാണ് ഇതെല്ലാം ഈ കൊട്ടിഘോഷിക്കുന്നത്. അത് അപമാനകരമായ മാതൃത്വം എന്താ പറയുന്നത്? ഞാൻ ആബ്സൈഡ് സ്റ്റഡി, ഇറ്റ്സ് എ സോഷ്യലി കണ്ടീഷൻഡ് സിന്തറ്റിക് സെന്റിമെന്റ്, ദാറ്റ്സ് ഓൾ. മാതൃത്വം ജെന്യുവൻ ആയിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ഓർഫൻസ് ഉണ്ടാകത്തില്ല. എങ്ങനെയാണ് പ്രസവിച്ച സ്ത്രീയല്ലേ ഈ കുഞ്ഞിനെ വെളിയിൽ കൊണ്ടിട്ടുണ്ടല്ലേ? ഇപ്പം നാച്ചുറൽ ആണെങ്കിൽ എന്റെയും നിങ്ങളുടെയും കൈ മുറിച്ചാൽ ചോര വരും, അതിന്റെ നിറം ചുമപ്പ് തന്നെയാണ്, ബ്ലഡിന്റെ ഗ്രൂപ്പാണ് മാറുന്നത്. നാച്ചുറൽ ആണെങ്കിൽ പ്രസവിച്ച ഏത് സ്ത്രീക്കും ആ കുഞ്ഞിനോട് അറ്റാച്ച്മെന്റ് തോന്നും, കുഞ്ഞിനെ കളയാൻ കഴിയത്തില്ല. അപ്പം നാച്ചുറൽ അല്ലാത്തതുകൊണ്ടാണ്, സോഷ്യലി കണ്ടീഷൻഡ് ആയതുകൊണ്ടാണ് അവർ ആ കുഞ്ഞിനെ വെളിയിൽ കളയുന്നത്, അല്ലെങ്കിൽ അബോർട്ട് ചെയ്ത് കളയുന്നത്. അബോർട്ട് ചെയ്ത് കളയുമ്പോൾ കുഞ്ഞിനെ സാധാരണയിൽ വളരെ ചെറിയ മാസങ്ങളൊക്കെ ആയെങ്കിൽ അതിന് ഫുഡ് സ്റ്റാർവ് ചെയ്തിട്ടാണ് അബോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ സിസർ ചെയ്ത് കളയും മുമ്പ്, അല്ലെങ്കിൽ അതിന്റെ സ്കള്ള് പൊടിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്, അതായത് ടി പി ആരാണ് ഒരു വധ ഉണ്ടല്ലോ കണ്ണൂർ ഫേമസ് ആയിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ, അതിന് പോലും 61 മുറിവ് ഉള്ളതായിരുന്നു. ഈ ഭ്രൂണത്തിന്റെ ശരീരത്തിൽ അതിനേക്കാൾ മുറിവ് കാണും, മനസ്സിലായ? സ്കള്ള് പൊട്ടിച്ചെടുക്കണേ. ഇതിനെ അനുഭവിച്ചു കൊടുക്കുകയല്ലേ. അപ്പോഴും ഈ മാതൃത്വം ഒരിടത്തും വന്നില്ലേ, വെളിയിൽ വന്നില്ലേ? 1 മാസമായ കുഞ്ഞിനോടുള്ള കൺസേൺ, അതിനെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ച് ഈ അമ്മ പെടഞ്ഞു, മനസ്സിലായോ? എന്നാണ് എഴുതി വെച്ചിരിക്കേണ്ട ഒരു സാഹിത്യപരമായ ഭാഷ പറയുന്ന അമ്മ പെടഞ്ഞു, മാതൃത്വം പെടഞ്ഞു. പോട്ടെ, അതൊക്കെ പോട്ടെ. പൈങ്കിളിക്ക് പോലെ അപമാനമാണ് ഇതൊക്കെ. പൈങ്കിളിക്ക് ഒരു താഴ്ന്നു പോകുന്നതിന് ഒരു ലെവലില്ലേ? സ്റ്റൂപ്പിംഗ് ഡൗൺ എന്ന് പറഞ്ഞ ഒരു ലെവൽ, അതിന്റെയൊക്കെ താഴെ ഈ മാതൃത്വത്തെ എടുത്ത് നാണയില്ലേ ഇവർക്കൊക്കെ? ഈ മാതൃത്വം തന്നെ ഇങ്ങനെ നടക്കാണ്ട് ഈ സ്ത്രീകൾ ആദ്യം എടുത്തണം ഈ മാതൃത്വം ഭാര്യത്തേക്ക് എടുത്ത് ദൂരെ എറിയണം, മനസ്സിലായോ? ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അച്ഛനും പുരുഷനും സ്ത്രീ ക്യാരി ചെയ്യുന്നു. പുരുഷനും സ്ത്രീക്കും ഒരേപോലെ പങ്കാളിത്തം ഉള്ളതല്ലേ? നമ്മൾ നോക്കി ചില ജീവികളിൽ, ഫോർ എക്സാമ്പിൾ ഈ കടൽ കുതിര എന്ന് പറയുന്നത് ഭർത്താവാണ് അല്ലെങ്കിൽ അച്ഛനാണ് ഈ കുഞ്ഞുങ്ങളെ ക്യാരി ചെയ്യണം, മനസ്സിലായോ? സമൂഹത്തല്ല, ലോകത്ത് പല പല രീതികളുണ്ട്. അപ്പം സ്ത്രീകളുടെ ഇതിനകത്ത് സ്ത്രീകൾ പ്രഗ്നന്റ് ആകുന്നു, അതുകൊണ്ട് അവരുടെ മാത്രമാണോ ഇത്? അച്ഛനൊരു പങ്കും ഇല്ലേ? എങ്കിൽ പിന്നെ ഈ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ അച്ഛനോടൊന്നും ചോദിക്കരുത്, അയാൾക്ക് ഒരു പങ്കും ഇല്ലെങ്കിൽ, അല്ലേ? അപ്പൊ ഈ അമ്മയുടെ മനസ്സ് മാത്രം അങ്ങനെ പിടയ്ക്കുന്നു. അച്ഛൻ ഒരു കാപാലികനായിട്ട് വന്ന് അവന്റെ കുഞ്ഞിനെ കൊല്ലടി എന്ന് പറയുന്നു. എന്തൊരു തമാശ ഇതൊക്കെ! അങ്ങനെ പറഞ്ഞ ഉടനെ കൊല്ലാൻ സമ്മതിക്കുന്നു. കാരണം ഞാൻ എന്ത് ചെയ്താലും ഞാൻ അദ്ദേഹത്തിനോട് പറയുന്ന എല്ലാം ചെയ്യണമെങ്കിൽ അദ്ദേഹം എന്നോടൊപ്പം ജീവിക്കുന്നു എന്നുള്ള എന്റെ സന്മനസ് കാരണം ഞാൻ അതിനെല്ലാം ചെയ്തൊരു പാവമാണ് ഞാൻ. ആ ചിരിക്കൻ സിനിമ പറയുന്നില്ലേ,
ഒന്നും ഞാൻ ചെയ്തില്ല, അവന്റെ മുഖത്തടിച്ചു, അവന്റെ തലയിലും മണ്ടയിൽ ചെടിച്ചട്ടിട്ട് അതിനാണ് ഇത്രയും പറയാൻ. അതുപോലെ കൊണ്ട് പറയുകയാണ്, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത്, she has narrated where the petitioner has forced her to consume pill for abortion by threatening her that he will commit suicide if she is not yielding. അയാൾ ആത്മഹത്യ എന്ന് പറയുന്നത് പേടിപ്പിച്ചുകൊണ്ട് അത് താങ്ങാൻ വയ്യാതെ ആത്മഹത്യ എന്ന് പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഇവര് കഴിക്കുന്നു. ഇനി അങ്ങനെ ശരി, അയാൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ഇവർക്ക് ചിന്തിക്കാൻ കഴിയില്ല, കാരണം അത്രമാത്രം ഇഷ്ടപ്പെടുന്നു അയാളെ. എങ്കിൽ അതിനുശേഷം ഇയാളെ ഈ കോടതിയിലേക്ക് കൊണ്ടുവരികയും അയാൾക്ക് ഈ ഫോഴ്സ്ഡ് എന്താണ് മിസ്കാരേജ്, പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്ന അതായിട്ടുള്ള 10 കൊല്ലം വരെ ശിക്ഷ കൊടുക്കാന്ന് പറയണേ. ആ ശിക്ഷയിലേക്കൊക്കെ അയാളെ വിളിച്ചോണ്ട് പോകുമ്പോൾ ഇവർക്കൊന്നും സംഭവിക്കുന്നില്ലേ? എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത്? ഇത് സംഭവിക്കുന്ന ഇവർ തന്നെ ഇവരുടെ ചാറ്റ് ഷോട്ട്സ് ഒക്കെ ഇതൊക്കെ ഏതോ ഒരു ജേർണലിസ്റ്റ് ഒരു പത്രങ്ങളിൽ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയല്ലേ കേസ് കൊടുക്കില്ല? വാസ്തവത്തിൽ ഇവർ ഹൃദയത്തിൽ സൂക്ഷിച്ചൊരു വ്യക്തി, അയാൾ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഇവർ പൊന്നോമന പോലെ സൂക്ഷിച്ച 1 മാസം പ്രായമായ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇവരെ അവർ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ മരിക്കുമെന്ന് പറഞ്ഞു. അത്രയും ഹൃദയത്തിൽ സൂക്ഷിച്ച മനുഷ്യനെതിരായിട്ട് ഇവർ കേസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ സാധനങ്ങൾ പുറത്തു വരുന്നു, അത് പറയുന്നുണ്ട്. അപ്പൊ ഈ പുറത്ത് വ്യക്തികൾക്കെതിരെയല്ലേ ഇവർ കേസ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇവരുടെ ദേഷ്യം ഉണ്ടാകേണ്ട അവർക്കെതിരെയല്ലേ? ഇവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഈ മനുഷ്യനെ കേസ് കൊടുത്ത് അയാളെ കോടതി കയറ്റി 10 കൊല്ലം വരെ ശിക്ഷ കൊടുക്കാനുള്ള ഇത് കൊടുക്കുക. ഇതാണോ ഇത്? നമ്മളൊരു സാധാരണ നമ്മുടെ എന്താണ് ലോജിക്കൽ തിങ്കിങ്ങിന് അകത്ത് ഇത് വരുന്നില്ല. ലോജിക്കൽ തിങ്കിങ് പറയും. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മാതൃത്വം അങ്ങ് തളച്ചു മറിഞ്ഞതായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും. ഇതൊരു പെണ്ണിന്റെ പകയാണ് ഈ കേസിന്റെ ഒരു ബേസ് എന്നാണ് എന്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അത് അവര് ഇയാളെ കല്ലും കഴിക്കില്ല എന്ന് പറയുമ്പം അവർക്കൊണ്ടാണ് പകയ്ക്ക് അവർ പണ്ട് അത് ചെയ്ത കാര്യങ്ങൾ ഇത് ചെയ്ത കാര്യങ്ങളെല്ലാം എടുക്കുന്നു. ഈ പറഞ്ഞ 1 മാസത്തോളം മാത്രം പോകുന്ന കുഞ്ഞിനോട് ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മ അതിനേക്കാളും സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ ആ പുരുഷൻ പറഞ്ഞത് കേട്ടതിനെ അബോർട്ട് ചെയ്യാൻ തയ്യാറായത്. അപ്പൊ അത്രത്തോളം സ്നേഹമുള്ള ഒരാള് തന്നെ മാത്രം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചെടുത്തു നിന്ന് താൻ മാത്രമല്ല ഒരുപാട് പേര് അയാൾക്ക് ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു പകയായിരിക്കില്ലേ സാർ ഇത്? പകയാകും. പലപ്പോഴും നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന് ഒരു മന്ത്രിക്ക് സ്ഥാനം പോകുന്ന നീലലോഹിദാസ് നാടാരാണ്. ഞാനത് ആസ് ജേർണലിസ്റ്റ് ഞാനത് റിപ്പോർട്ട് ചെയ്ത കേസാണ്. ഞാൻ അവരൊക്കെ ഇന്റർവ്യൂ ചെയ്താണ്. അത് പ്രകൃതി ശ്രീവാസ്തയുടെ വരുന്നു. ഞാൻ അതൊക്കെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞത് നളിനി നെറ്റോരാണ്. നളിനി നെറ്റോയുടെ ഭർത്താവ് ഡെസ്മൻ നെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്, ഒരു IAS കാരിയാണ്. അതായത് സൊസൈറ്റിയിലെ ഏറ്റവും നോളജബിൾ പേഴ്സൺസ്, നോളജ് ഉള്ളവർ, നിയമത്തെക്കുറിച്ചും അധികാരത്തിന്റെ കീഴിൽ അത്രയും ടോപ്പ് കക്ഷികൾ. അപ്പൊ ആ നീൽ ലോഹിദാസ് നാടാർ ഇവരെ ഒരു പ്രാവശ്യം കടന്നു പിടിച്ചിട്ട് ഇവർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇവർ പിന്നീട് നീൽ ലോഹിദാസ് വിളിച്ച മീറ്റിംഗിൽ പങ്കെടുക്കാത്തതായപ്പോൾ നീൽ ലോഹിദാസ് നാടാർ ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുന്നു. അതായത് ഇവര് പ്രോപ്പറായിട്ട് ഒഫീഷ്യേറ്റ് ചെയ്യുന്നില്ല ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അത് അവരുടെ എൻട്രിയിൽ ബാഡ് എൻട്രി വരും. അപ്പോൾ അവർ പരാതി കൊടുക്കും. അതായത് അവരെ കയറി പിടിച്ചപ്പോഴല്ല അവർ പരാതി കൊടുത്തത്, അവരുടെ കരിയറെ ബാധിക്കുന്നു പറഞ്ഞിട്ടാണ്. കരിയറെ ബാധിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പണ്ട് നടന്ന നിശബ്ദമാക്കി വെച്ചിരുന്ന കാര്യം എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവരുന്നു. മനസ്സിലായോ? അത് അവർ അന്ന് ചെയ്യേണ്ടതാണ്, ആദ്യം ചെയ്യേണ്ടത് അതാണ്. അവർക്കാണ് ഉത്തരവാദിത്തമുള്ള. അവരൊരു കളക്ടറായിരുന്നല്ലേ, അവർ IAS സീനിയർ IAS ഉദ്യോഗസ്ഥയല്ലേ, അവരുടെ ഭർത്താവ് ഒരു പോലീസ്. അവരാലോചിച്ചിട്ട് നടപടി കറക്റ്റായിട്ട് അയക്കരുത് വരണ്ടേ, പക്ഷെ എടുക്കുന്നില്ല. അതായത് അവരപ്പം മിണ്ടാതെ അവരുടെ കരിയറിനെ ഇത് ബാധിക്കും എന്ന് തോന്നുമ്പോൾ അയാള് ഇവർ ഓഫീസിൽ വരുന്നില്ലാത്തതിന്റെ കാരണമല്ല പറയുന്നില്ല. ചില മീറ്റിംഗ്സിൽ അയാൾ ഇവർ പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ മാറ്റണം, ഇവരെ ഇവിടുന്ന് മാറ്റണം, ബിക്കോസ് ഹി ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. അങ്ങനെ വരുമ്പോഴാണ് ഇവരെ മറ്റേ കേസ് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് പലപ്പോഴും രാഹുൽ മാങ്കൂട്ട് ഇവരോട് നിന്നിരുന്നെങ്കിൽ ഈ കുട്ടി റേപ്പല്ല, ഒന്നുമല്ല. അപ്പൊ ഒഫൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ആയിട്ട് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് അയാൾ ഇവരോടൊപ്പം നിൽക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇവരെ പോലെ പലരുമുണ്ട് എന്ന് തിരിച്ചറിവിൽ നിന്നാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ട് വഴി കൊടുക്കുന്നു, ആ ഫ്രണ്ട് വഴി കൊടുത്ത് ഗുളിക കഴിക്കുന്നു, അങ്ങനെ അബോർട്ട് ചെയ്യുന്നു. പാരഗ്രാഫ് 15 വരുമ്പം allegation against the petition is not simply an allegation of rape and cannot be glorified as a broken consensual relationship.
The main allegation rests on the fact that the petitioner had prompted the victim to cause miscarriage. അതായത് ഈ റേപ്പ് എന്ന് പറഞ്ഞ സാധനം നിൽക്കില്ല എന്നുള്ളത് ഒരുമാതിരി ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും. റേപ്പ് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് നിൽക്കില്ല. അപ്പോ ഷിഫ്റ്റ് ചെയ്യുന്നതിന് അലിഗേഷൻ അഗൈൻസ്റ്റ് ദ പെറ്റീഷൻ ഇസ് നോട്ട് സിംപ്ലി ആൻ അലിഗേഷൻ ഓഫ് റേപ്പ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ഗ്ലോറിഫൈഡ് ആസ് എ ബ്രോക്കൺ കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ്. ഗ്ലോറിഫൈ ചെയ്യുന്നതിനാണ് കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇറ്റ്സ് എ നാച്ചുറൽ വെരി തിങ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. അതിനെന്ത് ഈ ഗ്ലോറിഫൈ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായതൊക്കെ എന്തിനാ ഇങ്ങനെ എഴുതണേന്ന്. എന്നിട്ട് അലിഗേഷൻ റെസ്റ്റ് ഓൺ ദ ഫാക്ട് പെറ്റീഷണർ മിസ്കാരേജ് എന്ന് പറഞ്ഞാണെങ്കിൽ വരികയാണെങ്കിലാണ് ഈ റേപ്പ് നിൽക്കാത്തതുകൊണ്ട് 10 കൊല്ലം വരെ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം പെട്ടെന്ന് എംഫസൈസ് അതിലേക്ക് തള്ളിവിടുന്നു. ഇപ്പം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നത് ഇവരെ റേപ്പ് ചെയ്തു, പക്ഷെ നിയമപരമായിട്ട് വരാൻ പോകുന്നത് എന്താണ്? മിസ്കാരേജ് ആണ്. നമ്മൾ മിസ്കാരേജ് ഇത്ര വലിയ മിസ്കാരേജ് വലിയ പ്രശ്നമായിട്ടാണ് ഇതിൽ പറയണേ. ഇപ്പം എന്താ പറയുമ്പോൾ ഒരു 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 കംപ്ലൈന്റ് അല്ല സോറി മിസ്കാരേജ് വരുമ്പോൾ അതിനകത്ത് ഞാൻ ഒരു സെക്കൻഡ് നോക്കട്ടെ. അതാണ് ഇറ്റ് ഈസ് ഓൾസോ seen from the victim was expressing her emotions to keep her child in the womb and her emotional connection with the life growing in her womb. അതാണ് അത്രയും ഇതുണ്ടായിരുന്നു. അത്ര ഉള്ളവർക്കാണ് ഇയാൾ ഈ ക്രൂരമായ ഈ പ്രവൃത്തി ചെയ്തത്. എന്നിട്ട് സെക്ഷൻ 89 ഓഫ് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചാണ് ഒരു കൺസെന്റ് ഇല്ലാതെ മിസ്കാരേജ് നടത്തുന്ന സെക്ഷൻ. അതിനനുസരിച്ച് 10 കൊല്ലം വരെ ശിക്ഷ കിട്ടാം. 10 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് കേട്ടോ. ഈ കൺസെന്റ് ഇല്ലാതെ മിസ്കാരേജ് എങ്ങനെയാണ് സർ പോസിബിൾ ആവുന്നത്? കെട്ടിയിട്ടിട്ടാണോ മരുന്ന് കൊടുക്കുന്നത്? അതാണ് അത് നിയമത്തിൽ പറയുന്നുണ്ട്. അതായത് അവരെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ അതെങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അബോർട്ട് ചെയ്യിക്കുന്നു. ആ ഡോക്ടർ അനുവാദത്തോടുകൂടി, ഡോക്ടർ കണ്ണൈവൻസോടുകൂടി ഇതൊക്കെ ചെയ്യാമല്ലോ. ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി ചെയ്യാം. ദാറ്റ് ഈസ് ഫോഴ്സ്ഫുൾ. അല്ലെങ്കിൽ നിർബന്ധിച്ച് ഇപ്പൊ ഇവരുടെ അടുത്ത് ഇങ്ങനെ വെച്ച് തോക്ക് ചൂട്ടി കാണിച്ചിട്ട് ഈ ഗുളിക കഴികളിലെ കൊന്നുകളെന്ന് പറയുമ്പോൾ ചെയ്യാം. അല്ലാതെ ഫോണിൽ കൂടെ നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഒന്ന് കഴിക്കടി പ്ലീസ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിച്ചുകളെന്ന്, അതാണോ കൊയേഷൻ? പക്ഷെ ആ വകുപ്പാണ് ഇവരെടുത്തിരിക്കുന്നത്. മനസ്സിലായത്? ആ വകുപ്പാണ് ഇവരെടുത്തിരിക്കുന്നത്. ആ വകുപ്പ് എടുത്തിട്ടാണ് ഈ ഇത് മുഴുവൻ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നിർബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഗുളിക കൊടുക്കുന്ന ഗുളിക അവർ കഴിക്കുമ്പോൾ അതെങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മൾ ഫോഴ്സ്ഫുൾ ആണോ അതോ കമ്പൽസ്ഡ് ആണോ, കോയക്സിങ് ആണ്? ഇതൊക്കെ നമ്മൾ വെൻ യു കോയക്സ് എ പേഴ്സൺ, when you compel a person, when you persuade a person, when you force a person, when you coerce a person, ഇതൊക്കെ ഡിഫറെന്റ് അല്ലേ? ഞാൻ നിങ്ങളോട് കാര്യം പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം, പറയാതെ പ്ലീസ് ഒന്നുകൂടെ റിപ്പീറ്റഡ് റിക്വസ്റ്റ്. അതൊക്കെ ഞാനൊന്ന് പ്ലീസ് എനിക്ക് വീണ്ടും ഞാൻ കോയക്സ് ചെയ്ത് പറയുന്നു, അല്ലെ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, കമ്പൽ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനൊക്കെ അത് കഴിഞ്ഞ് നിങ്ങളുടെ തോക്കും ചൂണ്ടിട്ട് ഞാനിത് ചെയ്യുക എന്ന് പറയും. ഈ നാലാമത്തെ അതല്ലേ ഫോഴ്സ്ഫുൾ എന്ന് പറയണത്. നമ്മൾ നിർബന്ധിക്കുന്നത് അതെങ്ങനെയാണ് ഫോഴ്സ്ഫുൾ ആകുന്നത്? അതെങ്ങനെയാണ് ലീഗലി നമ്മൾ പറയുന്നത് ത്രട്ടണിങ് ആകുന്നത്? എന്നാൽ അത് വെച്ചിട്ടാണ് ഈ വകുപ്പെടുന്നത്. അപ്പൊ നിർബന്ധിച്ച് ഒരു സ്ത്രീയെ ഗർഭം അലസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നിയമം ഉണ്ടാക്കുന്ന ഒരു കാണുന്ന കാഴ്ച എങ്ങനെയാണ്? പലപ്പോഴും ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കാണുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ ആൾ ഇന്ത്യ ലെവലിലുള്ള നിയമമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഫോഴ്സ്ഫുൾ ടെർമിനേഷൻ. ഇപ്പൊ പെൺകുട്ടിയാണോ എന്ന് സംശയിക്കുന്നത്. ആദ്യത്തെ 2 കുട്ടികൾ പെൺകുട്ടിയാണ്, മൂന്നാമത്തെയും പെൺകുട്ടിയാണ് സംശയിക്കുന്നു, ഫോഴ്സ് ചെയ്തിരിക്കുന്നു, അവരെല്ലാം മരിച്ചു. ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ നിയമം ഉണ്ടായത്. അതിനെ എടുത്ത് വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് ഈ രീതിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ്. എന്നിട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നില്ല. അയാൾ ഹൈക്കോടതി പോകുന്നു, ഇതേ ഗ്രൗണ്ടുകളുണ്ട്, അയാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നു. അപ്പൊ ജഡ്ജി ചോദിക്കണ്ടേ വേർ ഐ ഹാവ് ഏൺ? നമ്മൾ ഈ എപ്പോഴും അപ്പീൽ കൊടുക്കുമ്പോൾ ഒരു ലൈൻ എഴുതാറുണ്ട്, ദ ലേണഡ് ജഡ്ജ് ഹാസ് ഏർഡ്. പഠിച്ച പണ്ഡിതനായ ജഡ്ജിന് തെറ്റുപറ്റിയെന്നാണ് അതിന്റെ ഫസ്റ്റ് ലൈൻ. മനസ്സിലായോ? ഏത് അപ്പീലിന്? അപ്പൊ ഈ പണ്ഡിതയായ ജഡ്ജിന് തെറ്റുപറ്റിയത് എവിടെയാണെന്നാണ് നമ്മളിപ്പോ ഈ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയത്. പണ്ഡിതയായ മജിസ്ട്രേറ്റുമാര് കുറച്ചുകൂടെ നമ്മളൊക്കെ ഒരുപാട് വിശ്വസിച്ചിട്ട് ഇവരെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു കോടതിയിൽ നിന്ന് കിട്ടാത്തത് അടുത്ത കോടതിയിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ മറ്റേ ജഡ്ജിന് തെറ്റ് പറ്റിയെന്നാണ് പറയുന്നത്. അങ്ങനെ തെറ്റ് പറ്റുന്നത് നമ്മുടെ ഒരു മനുഷ്യനെ എത്രത്തോളം മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ മജിസ്ട്രേറ്റിനെതിരെ നമ്മൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. They are doing it in good faith.
ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അവരെടുക്കണതിനെ ഇതേപോലെ അനലൈസ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ ഇവിടുത്തെ നല്ലൊരു ശതമാനം ഞാൻ പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 370 കാണിക്കുന്നത് എന്തോ ഒരു നിയമപരമായ മര്യാദകളായിരുന്നു. ഇല്ലീഗാലിറ്റി അത് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കുന്നു? നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്? ഇവർ നമ്മൾ ഇരിക്കുന്ന കണ്ടില്ലേ കോടതിയിൽ പോകുമ്പോൾ അവർ ദൈവത്തിന്റെ കോടതി പോലെ അങ്ങനെ ഒരു പൊങ്ങി ഒരിടത്ത് കയറിയിരിക്കുന്നു. ഞാനൊരു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡന്റെ ഒരു ഇതിനകത്ത് പുള്ളി എന്താ നമ്മുടെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു ജഡ്ജിയാണ്, സോറി അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആണ്. അയാൾ ഞാൻ സീനിയർ അഡ്വക്കേറ്റ്, ഐ ഹാവ് ബീൻ പ്രാക്ടീസിംഗ് ഇൻ ദിസ് കോർട്ട് ഫോർ ദ ലാസ്റ്റ് 28 years എന്നൊക്കെ പറയുമ്പോൾ ഇയാളങ്ങ് പറയും ദിസ് ഈസ് മൈ കോർട്ട്. അതെങ്ങനെ ഇയാളുടെ കോർട്ട്? എങ്ങനെ ഇയാളുടെ അച്ഛന് ശ്രീധരൻ കിട്ടിയാണോ ഇത്? ദിസ് ദ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അവിടുത്തെ ഒന്നാമത്തെ വ്യക്തി, ഒരു കോടതിയിലെ ഒന്നാമത്തെ വ്യക്തി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലാണ്. ചീഫ് ജസ്റ്റിസ് അല്ല, ഇസ് ദ ലിറ്റിഗന്റ്. മജിസ്ട്രേറ്റ് കോടതിയിലെ ഒന്നാമത്തെ വ്യക്തി ലിറ്റിഗന്റ്. പക്ഷെ നിങ്ങൾ കോടതി പോയി നോക്ക്, ലിറ്റിഗന്റിന് ഇരിക്കാൻ പ്രൊവിഷൻ ഇല്ല, മനസ്സിലായോ? ബാക്കി വന്നിട്ട് ലിറ്റിഗന്റ് പൈസ കൊടുത്ത് നിർത്തിയിരിക്കണ പൈസ നിർത്തി സേവനം വാങ്ങുന്ന മറ്റേ അഡ്വക്കേറ്റ്സിന് മുഴുവൻ ഇരിക്കാൻ സ്ഥലമുണ്ട്. ലിറ്റിഗന്റ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ. ആ ലിറ്റിഗന്റിന് കോടതിയാണിത്. ആ ലിറ്റിഗന്റ് ഇല്ലെങ്കിൽ കോടതിയുണ്ടോ, വക്കീലുണ്ടോ, മജിസ്ട്രേറ്റ് ഉണ്ടോ, ചീഫ് ജസ്റ്റിസ് ഉണ്ടോ? ആരാ ഉള്ളത്? നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് സൂപ്രണ്ടാണ് വരെ. നോ, ഇറ്റ്സ് എ പേഷ്യന്റ് ദാറ്റ്സ് ദ ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഇസ് ദ പേഷ്യന്റ്. അതുപോലെ ഹിയർ ദ ഫസ്റ്റ് പേഴ്സൺ ഇസ് ആ ലിറ്റിഗന്റിനോടാണ് ഈ മര്യാദകൾ കാണിക്കുന്നത്. അവർക്ക് ഒരു കുഴപ്പമില്ല. ദേ ആർ ഗോയിങ്, അവർക്ക് ഒരു പ്രശ്നമില്ലാതെ അവർ പോകുന്നു, റിട്ടയർ ചെയ്ത് പോകുന്നു. ഓക്കെ സർ. അതാണ് ഞാൻ ആ പോസ്റ്റ്മോർട്ടം ഒരു ഉദ്ദേശിച്ചത്. കൃത്യമായി ശരിക്കും ഒരാളുടെ ജീവിതം ജഡ്ജി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവര് പ്രൊട്ടക്റ്റഡ് ആണ്. അവർ പ്രൊട്ടക്റ്റ് ആണ്. ഇയാൾക്ക് പൈസ ഇല്ലാത്ത ഒരാൾ, രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്ഥാനത്ത് പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയായിരിക്കില്ലേ? അതെ, അപ്പീൽ പോകാനുള്ള പൈസ ഇല്ലെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുകയല്ലേ? നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഇടയിൽ തന്നെ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കുട്ടത്തിന് വീണ്ടും ജാമ്യമില്ല, അഴിക്കുള്ളിൽ തന്നെ. പുതിയ കേസിലും ജാമ്യമില്ല. പുതിയ കേസിലും ജാമ്യമില്ല. അത് നമുക്ക് അതിന്റെ ജഡ്ജ്മെന്റ് എടുത്തിട്ട് നോക്കാം. അതിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം സാർ എന്തായാലും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.